ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു കടല മുട്ടായിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി കടലയെല്ലാം ഞാൻ വറുത്ത് എല്ലാം തോടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയും തടിയിട്ട് ഇതിൻ്റെ അകത്താണ് ഞാൻ ആക്കുന്നത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് വറുത്തത്, ഉപ്പ് ചേർത്തിട്ട് വറുത്തതാണ്. അപ്പോൾ ഞാൻ ബെല്ലെല്ലാം ഉരുക്കി എല്ലാം റെഡിയായി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കത്തിച്ചിട്ട് കൈക്ക് പൊട്ടിപ്പിടിക്കാതെ ടൈപ്പാകുന്നത് വരെയും ആക്കി വെക്കാം. എന്നിട്ട് വേണം കടല അതിൻ്റെ അകത്തേക്ക് ഇടാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാ വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ കൈക്ക് പറ്റുന്ന ഇങ്ങനെ പരുവത്തിലാവുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അതിൽ ഞാൻ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇടുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കിയതാണ്, ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. ഉരുക്കിയ സാധനത്തിനെ കുറുക്കിയെടുക്കുക. എന്നാലല്ലേ കടലേൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ല ക്ലിയറായിട്ട് വരും. അതിന് വേണ്ടി ചെയ്യും. കപ്പലണ്ടി മുട്ടായി, കടല മുട്ടായി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഫൗളാവുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേയായി വിചാരിക്കുന്നു ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ വിചാരിച്ച് ഏതായാലും ചെയ്തേക്കാം. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം അല്ലേ. സാധാരണ നമ്മളെല്ലാത്തിനും അങ്ങനെയല്ലേ പറയാം, ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്. അപ്പോൾ അതുപോലെ ഒരു നുള്ളൊന്നും എടുത്തില്ല, ഒരു ലേശം അതും ചെയ്തു. കുറച്ച് ചിലപ്പോൾ കുറച്ച് മറിയാനുള്ള സാധ്യതയുണ്ട്. ഒറ്റനൂൽ പരുവമായ നോക്കട്ടെ. ഈ വെള്ളത്തിൽ ഇട്ടിച്ച് നോക്കിയാലും മതി, അപ്പോൾ മനസ്സിലാവും. ആയി ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടല ഇട്ട് കൊടുക്കാം. ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. ആയിട്ടുണ്ട്. വെള്ളത്തിൽ നോക്കി കൈക്ക് ഒട്ടിപ്പിടിപ്പിച്ചിട്ട് നോക്കി, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടല ഇട്ട് വെക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ എടുത്തു വെച്ച കടല ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. പരുവമായി കഴിഞ്ഞ
വെള്ളം കൂടി എന്നാൽ ഞാൻ മറ്റേ കടല കുറഞ്ഞു പോയി. വെള്ളത്തിന് കണക്കായിട്ടുള്ള കടലയില്ലാതെ ഞാൻ കുറച്ച് മാത്രം ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിയാൽ നോക്കുമ്പോൾ വെള്ളം അരിഞ്ഞു പോയി ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്തുള്ള മുഴുവൻ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് പറ്റും. കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ പാത്രത്തിലേക്ക് ആക്കാം ഗൈസ്. എന്നിട്ട് ഉറക്കട്ടെ. എന്നിട്ട് നമുക്ക് മുറിച്ചിട്ടെടുക്കാം. ഏകദേശം ആയിട്ടിട്ട് വിട്ട് വരുന്ന പരുവത്തിലാവുന്നുണ്ട്. തീ കൂട്ടി വെച്ചേക്കാം അല്ലേ. ആദ്യമായിട്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ആദ്യമായിട്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഓരോന്നിനെ പറ്റിയിട്ട് പഠിച്ചു വരും. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാക്കുന്നതാണ്. ഇതുവരെ ആക്കിയിട്ടില്ല. ആക്കണമെന്ന് വിചാരിച്ചില്ല. നോക്കി നോക്കാം നമുക്ക് ആക്കിയിട്ട് എങ്ങനെയുണ്ട്. കുറച്ച് ഉരുക്കിയതാടി എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അത്രക്ക് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് വെക്കിയതാണ്. കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഗൈസ്. ഓഫാക്കി. ചെറുങ്ങനെ ഒന്ന് ആറിയതിൻ്റെ ശേഷം നമുക്കതിന് വരയിട്ട് കൊടുക്കാം. വരയിടാൻ പറ്റിയത്. നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കപ്പലണ്ടി മുട്ടായി. ഞാൻ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഒന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് മുറിച്ചിട്ട് പ്ലേറ്റിലിട്ടിട്ട് ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.